കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ് ഭയങ്കര സ്ലോ ആയിട്ട് പീസ്ഫുള്ളായിട്ടൊരു ദിവസമൊക്കെ വ്ളോഗ് ചെയ്യണമെന്ന്. പക്ഷേ സമയത്തിൻ്റെ പരിമിതികൾ കാരണം അതങ്ങോട്ട് നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു വീക്കെൻഡ്, ഇന്നെത്ര ജനുവരി 26 റിപ്പബ്ലിക് ഡേ അന്ന് എനിക്ക് സമയം കിട്ടിയത്. നോർമലി ഞാൻ ഇത്രയും രാവിലെ എണീക്കുന്ന ഒരാളല്ല. പക്ഷേ ഇന്ന് നമുക്ക് മാരിയമ്മൻ കോവിൽ എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട് ഇവിടെ. അവിടുന്ന് പറ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് അവിടുത്തെ അമ്മയ്ക്ക് പറ കൊടുക്കാറുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ വീട് വെച്ചിട്ട് ഏതാണ്ട് 20-22 വർഷത്തിനടുത്തായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞൊരു 3 വർഷമാണ് എൻ്റെ ഓർമ്മയിൽ അവിടുത്തെ പറ കൊടുക്കുന്നത്. അതിനു മുന്നേ അച്ഛൻ്റെ വീട്ടിലൊക്കെ അമ്മൂമ്മയും മുത്തശ്ശിയൊക്കെ കൊടുക്കുമായിരുന്നെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഇനി നമുക്ക് രാവിലത്തെ ഒരു മോർണിംഗ് റൊട്ടീനിലോട്ട് പോവാം. ഞാൻ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്തു. അതിനുശേഷം പാലാണ് കുടിക്കുന്നത്. രാവിലെ ഇപ്പോൾ ചായ കുടിക്കുന്ന പരിപാടി ഞാൻ കുറച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ പോയിന്ന് മേലൊക്കെ കഴുകി ഫ്രഷായി. നമുക്ക് പറ കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു കല്യാണ ഫംഗ്ഷന് പോകാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് അമ്മൂമ്മയ്ക്ക് പോകാനുള്ള ഒരു ഫംഗ്ഷനാണ്. അമ്മൂമ്മ അത് ഓട്ടോ പറഞ്ഞിരുന്നയാ. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാൻ കൊണ്ടുപോകാം. അതുകൊണ്ട് തന്നെ ഞാനൊരു ക്യുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ കാണിച്ചു തരാം. പിന്നെ ഞാനിപ്പോൾ അങ്ങനെ കണ്ണെഴുതാറില്ല, ക്രീം ഇടാറുണ്ട്. എപ്പോഴും ഇടാറില്ല. ഇപ്പം മഞ്ഞ സമയമായതുകൊണ്ട് മുഖം ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന നെക്ക് ചെയിനും ഇയറിങ്ങും കണ്ടോ, ഇത് രണ്ടും നമ്മുടെ ജ്വല്ലറി ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകളാണേ. ഈ മാല നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്കിൽ വന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 മാസമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചൊരു ലിപ്സ്റ്റിക് ആയിട്ട് കൊടുക്കുന്നത്. ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, പക്ഷേ ഭയങ്കര ഒരു ക്രീമി ഫിനിഷാണ്. ഇനിയും നമ്മുടെ അടുത്ത മെയിനായിട്ടൊരു ടാസ്ക് ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഈ മുടി കെട്ടിക്കൊടുക്കുന്നതാണ്. എനിക്കങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പോണി ടൈൽ കെട്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പോൾ റെഡിയായി നല്ല ഭംഗിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്താലും എനിക്ക് ഈ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2 ഫോട്ടോ മാൻഡേറ്ററി ആണ്. ഈ മിറർ ഇപ്പോൾ മാറ്റാൻ സമയമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇതിന് 20-22 വർഷം പഴക്കമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് വന്നപ്പം അമ്മ നമ്മുടെ പറയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഴയില, വിളക്ക്, പൂവ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ദൂരേന്ന് വർക്കൗട്ട് കേൾക്കുമ്പോഴേ ടെൻഷനാണ്. അതുകൊണ്ട് എല്ലാം നേരത്തെ എടുത്തു വെക്കും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു ഫിക്സിക്കൊക്കെ ചെയ്തു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇതാ പറ ഇങ്ങി വന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അമ്മമ്മയുടെ കൂടെ കല്യാണത്തിന് പോയി. നല്ല സദ്യയായിരുന്നു. ഞാൻ സദ്യയൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായി. നല്ല പരിപ്പും പപ്പടവും പായസവും പുളിശ്ശേരിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം അമ്മ നല്ല ചീരവേലും പുളിശ്ശേരിയും പിന്നെ മറ്റേ പാവയ്ക്ക മെഴുക്കുവരട്ടിയില്ലേ, അതൊക്കെ ഉണ്ടാക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഫുഡ് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ കഴിച്ച് ഞാനിപ്പം നല്ലപോലെ വണ്ണം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ഈ ചീരവേലൊക്കെ കാണുമ്പോൾ എങ്ങനെ എടുത്ത് ടേസ്റ്റ് ചെയ്യാതിരിക്കാൻ തോന്നുമല്ലേ. അങ്ങനെ പിന്നെ ഞാനൊരു സ്കൂപ്പ് എടുത്ത് കഴിച്ചു നോക്കി. ഈ ചീരവേലൊക്കെ കാണുമ്പം എനിക്ക് എൻ്റെ കുഞ്ഞമ്മ ഓർമ്മ വരുന്നത്. പണ്ട് ഞാൻ എൻ്റെ 9th 10th +1 സമയത്ത് കുഞ്ഞമ്മയുടെ കൂടെ ആയിരുന്നു. അവിടെയാണെങ്കിൽ ഈ ചീരയുടെ കൃഷിയുണ്ട്. നല്ല വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ചീര. അതുകൊണ്ട് തന്നെ മിക്ക ദിവസവും ഞങ്ങൾക്ക് അതായിരിക്കും ഫുഡിന്. പക്ഷേ എനിക്കിപ്പോഴും അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് പൊതുവെ ഒരു വിശപ്പ് വരാറുണ്ട്. അപ്പോൾ എനിക്ക് അമ്മ പൈനാപ്പിൾ കട്ട് ചെയ്ത് തന്നു. ഇപ്പോൾ ഒരു 3 ദിവസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് കോളേജിലേക്ക് തിരിച്ചു പോകണം. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇൻകം ടാക്സിൻ്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അക്കൗണ്ടിങ്ങിൻ്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് CAR എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതിൻ്റെ ഏതാണ്ടൊക്കെ പരിപാടികളുണ്ട്. ഇതെല്ലാം എനിക്ക് പെൻഡിങ്ങാണ്. ഇനിയും ഈ രാത്രി കൊണ്ട് വേണം ഞാൻ ഇതെല്ലാം ചെയ്യാൻ. എനിക്ക് വയ്യ, സത്യം പറഞ്ഞാൽ മടിയാ. അല്ല, ഞാൻ ഇനി ഒത്തിരി കഥകൾ പറഞ്ഞിട്ട് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. അത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റ. ഇനി ചിപ്സും കൂടി കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യണം.